ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് SSLC ഫിസിക്സ് ചാപ്റ്റർ 1 ആണ്. സൗണ്ട് വേവ്സ് എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ്. അപ്പോൾ ആണ്. നമുക്ക് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കുന്നത്. ഓക്കെ, നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. ദി മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അളവ്, ഒരു അളവിനെയാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുള്ള ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ടു വൺ സൈഡ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ ഈസ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്താണ്? സോ ആംപ്ലിറ്റ്യൂഡ് എന്താണെന്നുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാവുന്നതാണ്. സോ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഇതൊരു ഒരു പെൻഡുലാന്ന് വിചാരിച്ചു. അപ്പൊ ഇതാണ് ഇതിന്റെ തുലന സ്ഥാനം എന്ന് പറയുന്നത്. ഇതാണ് ഇവിടെ തുലന സ്ഥാനം എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇതാവൂലേ? ഇങ്ങനെയാണല്ലോ ശരിക്കും എന്ത് സംഭവിക്കുന്നത്? ഇങ്ങനെ ഓസിലേഷൻ ഉണ്ടാവുന്ന ഇങ്ങനെയാണല്ലോ. ഓക്കെ, അപ്പോൾ ഈ തുലന സ്ഥാനത്ത് നിന്ന് ഈ സൈഡിലോട്ട് മാക്സിമം എത്ര പോകുന്നുണ്ട്, അതാണ് അതിന്റെ എന്തെന്ന് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നോക്കിക്കേ, അപ്പോൾ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ടു വൺ സൈഡ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ, അതായത് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഒരു സൈഡിലോട്ട് എത്രത്തോളം പോകുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ എന്തെന്ന് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ദ സിമ്പിൾ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഈസ് എ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ പറയുന്നത്. ഓക്കെ, the SI unit of amplitude is meter. ഇനി ആംപ്ലിറ്റ്യൂഡിന്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ ആണ്. മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട് തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരമാണ്, സ്ഥാനാന്തരത്തിന്റെ അളവാണ് ആയതി. അളവിനാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആയതിനെ എ എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ആയതിയുടെ യൂണിറ്റ് SI യൂണിറ്റ് എന്നാണ്, മീറ്റർ ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ട് ഇതിൽ ആംപ്ലിറ്റ്യൂഡ് ഏതാണ് അല്ലെങ്കിൽ ആയതി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. ഈ കാണുന്ന ഈ ടോപ്പ് പൊസിഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റ്, ഇതാണ് ഇതിന്റെ ആയതി. അല്ലെങ്കിൽ ഇവിടെയും പറയാട്ടോ, ഇതും എന്ത് പറയാം? ആയതിയാണെന്ന് പറയാം. ഈ കാണുന്ന ഈ പോയിന്റും എന്ത് തന്നെയാണ്? ആയതി തന്നെയാണ്. മനസ്സിലായല്ലോ? ഇതാ ഈ ഒരു പൊസിഷൻ ആയതിയാണ്, ഈ പറയുന്ന പൊസിഷൻ തന്നെയാണ്, ആയതി തന്നെയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തത് പീരീഡ് എന്താണ്? ദ ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ ഈസ് കോൾഡ് പീരീഡ്. ഒരു ഓസിലേഷൻ ഇതാണ് നമ്മുടെ തുലനസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോയി വീണ്ടും ആ സ്ഥലത്ത് എത്തുന്ന സമയത്താണ് എന്ത് സംഭവിച്ചെന്ന് പറയാൻ പറ്റുക? നമുക്ക് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പൊ നോക്കിക്കേ, ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ, ഒരു ഓസിലേഷന് എടുക്കുന്ന സമയത്തെ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? പീരീഡ് എന്ന് പറയുന്നത്. ടി എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ SI യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ് കേട്ടോ. എന്തായിരുന്നു? തുലന സ്ഥാനത്ത് നിന്ന് അങ്ങോട്ടേക്ക് പോയി തിരിച്ചു വിടുക്കാണ് വരുന്നത്. അതിനെടുക്കുന്ന സമയമാണ് ടി. അപ്പൊ ഒരു ദോലനത്തിന് വെച്ചാൽ ഇവിടുന്ന് പോയി അവിടെ പോയി ഇങ്ങോട്ട് തന്നെ വരണം. ഒരു ദോലനത്തിന് ആവശ്യമായിട്ടുള്ള സമയത്തെയാണ് പീരീഡ് എന്ന് പറയുന്നത്. ഇത് ടി എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. പീരീഡ് അളക്കുന്നത് സെക്കൻഡ് എന്ന് പറയുന്ന യൂണിറ്റ് ഉപയോഗിച്ചാണ്. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇവിടെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എത്തി, അതിനുശേഷം ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു. ഇത്രയും കാര്യങ്ങൾ നടക്കാനായിട്ട് ഒരു ഓസിലേഷൻ, ഒരു ദോലനത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്തെ പറയുന്നതാണ് പീരീഡ്. ഇനി അടുത്ത എന്താണ്? ഫ്രീക്വൻസി. ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ്. 1, 2 ഇങ്ങനെയാണല്ലോ. 1 സെക്കൻഡ്, 2, 3 സെക്കൻഡ്സ്. ഓക്കെ, അതിൽ 1 എന്ന് പറയുന്ന സമയത്ത് എത്രത്തോളം ഓസിലേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ് ഈസ് കോൾഡ് ഫ്രീക്വൻസി. ദ SI യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി ഈസ് ഹെർട്സ്. ഫ്രീക്വൻസി ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ എഫ്. എഫ് എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഫ്രീക്വൻസിനെ അളക്കുന്നത്. അപ്പോൾ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ആവൃത്തിയുടെ SI യൂണിറ്റ് ആണ് ഹെർട്സ് എന്ന് പറയുന്നത്. ആവൃത്തി സൂചിപ്പിക്കുന്നത് ഏതക്ഷരം കൊണ്ടാണ്? എഫ് എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു സെക്കൻഡിൽ എത്രത്തോളം ദോലനങ്ങൾ ഉണ്ടാവുന്നുള്ളതാണ് അതിന്റെ ഒരു ആവൃത്തി, ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ആൻഡ് ഇനി when the length of the pendulum increases, frequency decreases. പെൻഡുലത്തിന്റെ നീളം കൂടുന്ന സമയത്ത് ഫ്രീക്വൻസി എന്തുണ്ടാവും? കുറയും. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അപ്പൊ പെൻഡുലം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കാണിക്കും.
ഓക്കെ, സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ബോബ് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്, മനസ്സിലായല്ലോ? ഒരു ബോബ് തൂക്കിയിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ നീളം നോക്കിക്കേ, ഇത്രയാണ് എന്റെ നീളം. ഇപ്പൊ ഞാൻ ഇതിനെ എടുത്തിട്ട് നോക്കിക്കേ, ഇതിനെ ഇത്രയും വരെ ആക്കി കഴിഞ്ഞാൽ ഇതിനെന്താ പറയണ്ടേ? ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ നമുക്കൊരു ബോബ് ആടുന്ന് കാണാനായിട്ട് പറ്റും. സോ ഇതിന്റെ നീളം ഇതാണല്ലോ, ഈ നീളം ഞാനിതാ ഇത്രയാക്കി വിചാരിച്ചു. ഇപ്പൊ ഇതാണ് ഇതിന്റെ എന്തെന്ന് പറഞ്ഞ ആയതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, 1 2 3 4, ആ റിതം മനസ്സിലായല്ലോ, 5 6, ഇതാണ് റിതം എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇതിനെ എടുത്തിട്ട് എന്ത് ചെയ്തു, ഞാൻ ഇതിന്റെ നീളം കൂട്ടി എന്ന് വിചാരിച്ചോ, നീളം കൂട്ടുകയാണ്. സോ ലെങ്ത് വന്നിട്ട് കുറച്ച് കൂട്ടി, ലെങ്ത് ഇതാ ഇത്രയാക്കി എന്ന് വെച്ചോ. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആകുന്ന സമയത്ത് 1 2 3, കുറച്ചും കൂടി ടൈം എടുക്കുന്നുണ്ട്, മനസ്സിലായോ? ഇനി നമ്മുടെ അതിന് നീളം കുറയ്ക്കുകയെന്ന് വെച്ച് നോക്കിക്കേ, നീളം കുറച്ച് കൊണ്ടുവരുന്ന സമയത്ത് നോക്കിക്കേ എന്ത് സംഭവിക്കുന്നു നോക്കിക്കേ, നല്ല കുറച്ച് 1 2 3 4 ഇങ്ങനെ വരില്ലേ, 1 2 3 ഇങ്ങനെ വരില്ലേ, 4 5 6. അതാണ് പറഞ്ഞത്, എന്ത് ചെയ്തു, നമ്മൾ നീളം കൂടുന്ന സമയത്ത് ആവൃത്തിയുടെ എണ്ണം കുറയും, നീളം കുറയുന്ന സമയത്ത് ആവൃത്തിയുടെ എണ്ണം കൂടും. മനസ്സിലായല്ലോ? നീളം കൂടുമ്പോൾ ആവൃത്തിയുടെ എണ്ണം കുറയുന്നു, അതേപോലെ തന്നെ നീളം കുറയുന്ന സമയത്ത് ആവൃത്തിയുടെ എണ്ണം കൂടുന്നു. ക്ലിയർ ആണല്ലോ? മനസ്സിലായോ? അപ്പോൾ പെൻഡുലത്തിന് നീളം കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ആവൃത്തി കുറയും. അടുത്തത് ഇതാണ് നമ്മുടെ പെൻഡുലം. ഇത് ബോബ് എന്നാണ് ഇതിനെ പറയണ്ട, ഇത് പെൻഡുലം. ഇതാണ് നമ്മുടെ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഇവിടെ വരെ പോയി കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. മനസ്സിലായോ? ഇതിങ്ങനെ ഓസിലേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി ഫ്രീക്വൻസി എഫ് കാണാനായിട്ടുള്ള ഇക്വേഷൻ നോക്കിക്കേ. എഫ് നമുക്ക് ചോദ്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്, പ്രോബ്ലംസ് ഉണ്ട്, അത് ചെയ്യാനായിട്ട് ഫ്രീക്വൻസി കാണാനായിട്ടുള്ള ഇക്വേഷൻ ആണ്. ഫ്രീക്വൻസി എഫ് ഇസ് ഈക്വൽ ടു 1/t, 1/പീരീഡ് കേട്ടോ, 1/പീരീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻസി കിട്ടും. ആസ് എ പീരീഡ്, ഇതിന്റെ അർത്ഥം എന്താ? പീരീഡ് കൂടുന്ന സമയത്ത് ഫ്രീക്വൻസി കുറയുന്നു. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഫ്രീക്വൻസും പീരീഡും വിപരീത അനുപാതത്തിലാണെന്ന് പറയാം. ഓക്കെ, എന്ന് പറയാം, ഫ്രീക്വൻസി ആൻഡ് പീരീഡ് എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ഇനി നമുക്ക് ഇവിടെ നോക്കിക്കേ, ഇതിനെ പറയുന്നതാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്, ഇതിനെ പറയുന്നതാണ് ട്രഫ് എന്ന് പറയുന്നത്. ഇത് ക്രസ്റ്റും ഇത് ട്രഫും ആണ് കേട്ടോ. ഈ ക്രസ്റ്റും തമ്മിലുള്ള ഈ ക്രസ്റ്റും ഇതിനെ ക്രസ്റ്റ് എന്ന് പറയും, ഇതിനെ ട്രഫ് എന്ന് പറയും. ഇത് ക്രസ്റ്റ് ആണ്, ഇത് ട്രഫ് ആണ്. ഓക്കെ, സോ ഈ ഒരു ക്രസ്റ്റിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള ഈ എയ്പെക്സുകൾ ഉണ്ടല്ലോ, ഇവിടെ ഈ രണ്ട് ഭാഗങ്ങളും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേവ് ലെങ്ത് എന്ന് പറയുന്നത്. വേവ് ലെങ്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് ലാംഡ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഇതെന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്, ഇത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്, എ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, എ ആണെന്ന് പറയാം. ഇത് എ തന്നെയാണ് കേട്ടോ, ഇതും എ തന്നെയാണ്. ഇനിയിപ്പോ നോക്കിക്കേ, ഇതും എ തന്നെയാണ്, ഇതും എ തന്നെയാണ്. ഓക്കെ, ഇനി രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേവ് ലെങ്ത് എന്ന് പറയുന്നത്. വേവ് ലെങ്തിനെ ഡിനോട്ട് ചെയ്യുന്നത് ലാംഡ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഇത്രയും വരെ മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നോക്കിക്കേ, വെൻ ആൻ ഒബ്ജക്ട് വൈബ്രേറ്റ്സ് ഫ്രീലി, ഒരു ഒബ്ജക്ട് ഫ്രീ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന വെച്ചാൽ ഞാനൊരു ഊഞ്ഞാൽ എങ്ങനെ വലിച്ചു, പിന്നെ റിലീസ് ചെയ്തു. സോ ഊഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും. ഞാൻ പിന്നെ ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ വെൻ ആൻ ഒബ്ജക്ട്, അല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊരു വയലിൻ, ഒരു ഗിറ്റാർ അങ്ങനെ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് സ്ട്രിങ് ഒന്ന് പുള്ളി ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അത് പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നോക്കിക്കേ, വെൻ ആൻ ഒബ്ജക്ട് വൈബ്രേറ്റ്സ് ഫ്രീലി, ഫ്രീ ആയിട്ട് ഒരു ഒബ്ജക്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വൈബ്രേറ്റ്സ് ഇൻ ഇറ്റ്സ് ഇന്നേറ്റ് ഫ്രീക്വൻസി. ദിസ് ഈസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദാറ്റ് ഒബ്ജക്ട്. അപ്പൊ നാച്ചുറൽ ഫ്രീക്വൻസി പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിനെ സ്വതന്ത്രമായിട്ട് ഫ്രീ ആയിട്ട് കമ്പനം ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ തനതായിട്ടുള്ള ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. ഈ ആവൃത്തിയാണ് ആ വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തി. ഇപ്പൊ നമ്മളൊരു ബോബാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ പെൻഡുലാന്ന് വെച്ചോ, നമ്മൾ നോക്കിയാൽ വലിച്ചു, റിലീസ് ചെയ്തു. അപ്പൊ ഇതെന്ത് സംഭവിക്കും? അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതിനെ പറയുന്നതാണ് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദാറ്റ് ഒബ്ജക്ട്. മനസ്സിലായല്ലോ? എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ഗിറ്റാറിന്റെ സ്ട്രിങ് അതൊന്ന് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അതിന്റെ ഒരു നാച്ചുറൽ ഫ്രീക്വൻസിയിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ഒരു ബോബ് നാച്ചുറൽ ഫ്രീക്വൻസിയിലായിരിക്കും, അല്ലെങ്കിൽ ഊഞ്ഞാല് നാച്ചുറൽ ഫ്രീക്വൻസിയിലായിരിക്കും. നമ്മൾ ഭയങ്കരമായിട്ട് പിന്നെയും പുഷ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസിയിലായിരിക്കും കേട്ടോ. ഓക്കെ, സോ ഇത് വേവിന്റെ ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഈസ് എ വൈബ്രേഷൻ ഓഫ് എൻ ഒബ്ജെക്ട്
ഇൻഡ്യൂസ്ഡ് ബൈ എൻ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്ട്. എന്ന് പറഞ്ഞു, ഒരു സംഭവം വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഇത് വലിയൊരു മെഷീൻ ആണെന്ന് വിചാരിച്ചു, വലിയൊരു JCB, ട്രാക്ടർ, ഇതൊക്കെ വരുന്ന സമയത്ത് ഭൂമിക്ക് ചെറിയൊരു എന്തുണ്ടാവും, അവിടെ അടുത്ത് നിൽക്കുമ്പോൾ അറിയാൻ പറ്റും കുഞ്ഞൊരു വൈബ്രേഷൻ ഉണ്ടാവും. മനസ്സിലായല്ലോ? ഇതിനെ പറയുന്നതാണ്. അപ്പൊ നോക്കിക്കേ, കമ്പനം ചെയ്യുന്ന വസ്തുവിന്റെ പ്രേരണ മൂലം ഒരു വസ്തു കമ്പനം ചെയ്യുന്നുണ്ട്, ഒരു വസ്തു വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, അത് കാരണം അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, വേറൊരു വസ്തു കമ്പനം ചെയ്യുന്നതിന് പറയുന്നതാണ് പ്രണോദിത കമ്പനം എന്ന് പറയുന്നത്. ഒരു വസ്തുവാണ് കമ്പനം ചെയ്യുന്നത്, അതിന്റെ ഫലമായിട്ട് വേറൊരു വസ്തു കമ്പനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് പ്രണോദിത കമ്പനം. മനസ്സിലായല്ലോ? ഒരു വസ്തു കമ്പനം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വേറൊരു വസ്തു കമ്പനം ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഗിറ്റാർ, നമ്മൾ സ്ട്രിങ് ഇതാക്കുന്ന സമയത്ത് ഇത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ഇത് വൈബ്രേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എയർ മോളിക്യൂൾസ് ഉണ്ടല്ലോ, വാതക തന്മാത്രകൾ, അതൊക്കെ എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും. സോ ഇതൊക്കെ എന്താണ്, പ്രണോദിത കമ്പനമാണ് കേട്ടോ. എക്സാമ്പിൾ പറഞ്ഞു. ഇനി പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും പ്രേരണം ചെലുത്തുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമായി കഴിഞ്ഞാൽ ആ വസ്തുക്കൾ റെസൊണൻസിലാണ് അല്ലെങ്കിൽ അനുനാദത്തിലാണെന്ന് പറയാൻ പറ്റും. അനുനാദത്തിന് വിധേയമാകുന്ന വസ്തു പരമാവധി ആയതിയിൽ കമ്പനം ചെയ്യും. സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളൊരു വലിയൊരു സ്പീക്കറൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്തു, വലിയ സ്പീക്കർ വലിയൊരു സ്പീക്കർ കൊണ്ടുവന്നിട്ട്, ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഇവിടെ സ്പീക്കർ ഇരിക്കുന്നുണ്ട്. സോ എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഇവിടെ നോക്കിക്കേ, ഇതേപോലെ തന്നെ ഒരു ബേസ് ട്യൂബ് ആണെന്ന് വിചാരിച്ചു, ഇത് വലിയൊരു സ്പീക്കർ ആണല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള സ്പീക്കറുകൾ ഓൺ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അപ്പൊ ഇത് വൈബ്രേറ്റ് ചെയ്യും. വൈബ്രേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ വിൻഡോസ് ഒക്കെ ഉണ്ടല്ലോ, ജനലുകളും ഇത് വൈബ്രേറ്റ് ചെയ്യുന്നതിന്റെ പോലെ തന്നെ അത് വൈബ്രേറ്റ് ചെയ്യും. ഈ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ടിന്റെയും നാച്ചുറൽ, ഇവിടെ നോക്കിക്കേ, പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തു എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ഫോഴ്സ് ചെയ്യുന്നത്. നമ്മുടെ സ്പീക്കർ ഫോഴ്സ് ചെയ്ത് സ്പീക്കറാണ് വർക്ക് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് ജനൽ എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ അങ്ങനെ രണ്ടിന്റെയും സ്വാഭാവിക ആവൃത്തി തുല്യമായി കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, ഈ വിൻഡോ വന്നിട്ട് ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ആ വൈബ്രേഷന്റെ ഫലമായിട്ട് എന്തുണ്ടാവും, വിൻഡോ ബ്രേക്ക് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്തത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. രണ്ട് തരത്തിലുള്ള വേവ്സ് പഠിക്കണം. ഇത് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കുന്നതാണ്. എന്തായിരുന്നു? അനുപ്രസ്ഥ തരംഗങ്ങളും അതുപോലെ തന്നെ അനുദൈർഘ്യ തരംഗങ്ങളും കേട്ടോ. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായിട്ടുള്ളതാണെങ്കിൽ, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. എന്ത് പറഞ്ഞു? മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായി, മറ്റേതാണെങ്കിലോ ഇങ്ങനെയുള്ള എന്താ പറയുക, നമ്മള് ലംബമായി. മനസ്സിലായല്ലോ? അത് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായിട്ട് കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായിട്ട് കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഡിഫറൻസ് നോക്കി വെക്കാം. ഇത് വന്നിട്ട് പാരലൽ ആണ്, ഇത് വന്നിട്ട് പെർപെൻഡിക്കുലർ ആണ്. ദാറ്റ്സ് ഡിഫറൻസ്. അത് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. ഓക്കെ. ഇനി നോക്കിക്കേ, when the speed is constant, വേഗത തുല്യമായിരിക്കുന്ന സമയത്ത് ഫ്രീക്വൻസി ഓഫ് ദ വേവ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി വേവ് ലെങ്ത്. ഫ്രീക്വൻസി ഓഫ് ദ വേവ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം സ്ഥിരമായിരിക്കുമ്പോൾ തരംഗത്തിന്റെ ആവൃത്തി തരംഗ ദൈർഘ്യത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഇപ്പൊ നോക്കിക്കേ, ഞാനൊരു സംഭവം വരയ്ക്കാം. ഇതിലുണ്ടോ? ഓക്കെ. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഞാൻ തരംഗ ദൈർഘ്യം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും തരംഗ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള ഈ ദൂരമാണെന്നല്ലേ പറയാ നിങ്ങൾ തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? തരംഗ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും ഇവർ തമ്മിലുള്ള ഈ ഒരു ദൂരമാണെന്ന് പറയും. ഞാൻ ഇതോടൊന്ന് വരച്ച് കാണിക്കാം. ഇതാണ് തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത്. ഇതാണ് തരംഗ ദൈർഘ്യം. ഓക്കെ. ഇത് നോക്കിക്കേ, ഇത് തരംഗ ദൈർഘ്യം ഇത്രയുണ്ട്. ഇനി ഇവിടെ വരെ നോക്കി, അപ്പൊ ഇവിടെ ഫ്രീക്വൻസിയാണ് ഈ കാണുന്നത് കേട്ടോ. ഫ്രീക്വൻസി നമ്മൾ പറഞ്ഞു ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ഇതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിൽ ഇത്രയും ഉണ്ടായിരുന്നു വെച്ചോ. മനസ്സിലായോ? ഇനി ഇവിടെ നോക്കിക്കേ, ഇത്രയും സ്പേസ് നോക്കട്ടെ, അത്രയും സ്പേസ് ഞാൻ ഇവിടെ എടുത്തു ചോദിച്ചോ. ഇവിടെ എന്താ പ്രത്യേകത? രണ്ടും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 3 മീറ്റർ ആണെന്ന് വിചാരിച്ചോ. എക്സാമ്പിൾ ആണ് 3 മീറ്റർ. ഇവിടെ 3 മീറ്റർ ഉണ്ടോ? ഇവിടെ 3 മീറ്റർ ഉണ്ടോ നോക്കിക്കേ. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 3 മീറ്റർ ഉണ്ടോ? ഇല്ല. ഇത് ചിലപ്പോൾ 1 മീറ്റർ ആയിരിക്കാം. ഓക്കെ. ഇവിടെ ഉണ്ടായിരുന്ന ഫ്രീക്വൻസിയുടെ എണ്ണം നോക്കിക്കേ, ഇവിടെയുള്ള ഫ്രീക്വൻസിയുടെ എണ്ണം നോക്കിക്കേ, കുറെ ഉണ്ടല്ലോ. അതായത് വേവ് ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയുന്നു. വേവ് ലെങ്ത് കുറയുമ്പോൾ അടുപ്പിച്ചടുപ്പിച്ചായിട്ടാണെങ്കിൽ എന്ത് സംഭവിക്കും? ഫ്രീക്വൻസി കൂടുതലായിരിക്കും. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. നെക്സ്റ്റ്. ഇനി സ്മൂത്ത് സർഫസ് റിഫ്ലക്ട് സൗണ്ട് മോർ ഇഫക്റ്റീവ്ലി ദാൻ റഫ് സർഫസ്. അതായത്
നമ്മൾ തിയേറ്ററിൽ ഫിലിമൊക്കെ കാണാൻ പോയി കഴിഞ്ഞാൽ തിയേറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഫുൾ എന്തായിരിക്കും, സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ഉണ്ടായിരിക്കില്ല. മിക്കവാറും അവിടെ ഭയങ്കര ഇങ്ങനെ ഉണ്ടാവില്ല, ടൈലൊക്കെ ഇട്ടിട്ടായിരിക്കും. ഇല്ല, മിക്കവാറും ഉണ്ടാവുന്നത് കുറച്ചൊരു റഫ് ആയിട്ടുള്ള മാറ്റ് ഒക്കെ ഇട്ടിട്ടുള്ളതായിരിക്കും. പണ്ടൊക്കെ എന്ന് പറയുന്ന സമയത്ത് ഈ റിഫ്ലക്ഷൻ, ഈ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ച് റഫ് ആയിട്ടുള്ള ചാക്കുകളൊക്കെയാണ് പണ്ടൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം നമുക്ക് കുറച്ചും കൂടി അക്കോസ്റ്റിക്സ് ഒക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് അക്കോസ്റ്റിക്കിന്റെ ഫോമുകളൊക്കെ കിട്ടും, അക്കോസ്റ്റിക് ഫോംസ് അത് കിട്ടും. ഓക്കെ, അപ്പൊ അക്കോസ്റ്റിക് ഫോംസ് വെച്ചിട്ട് അതെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് സൗണ്ടിന് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും, വലിച്ചെടുക്കും. മനസ്സിലായല്ലോ? അപ്പോൾ സ്മൂത്ത് സർഫസ് റിഫ്ലക്ട് സൗണ്ട് മോർ എഫക്റ്റീവ്ലി ദെൻ റഫ് സർഫസ്. അതായത് പരിവരുത്ത സർഫസിനേക്കാളും കൂടുതൽ എന്ത് സംഭവിക്കും, മിനുസമുള്ള പ്രതലങ്ങൾ സൗണ്ടിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്ന ആൾക്കാർ. ഇനി എക്കോ എന്താന്ന് പറഞ്ഞ്, ആദ്യ ശബ്ദം ശ്രവിച്ചതിന് ശേഷം അതേ ശബ്ദം തന്നെ വീണ്ടും പ്രതിപദിച്ച് കേൾക്കുന്നതാണ് പ്രതിധ്വനി അല്ലെങ്കിൽ എക്കോ എന്ന് പറയുന്നത് കേട്ടോ. എക്കോ ഈസ് ദി സൗണ്ട് ഹേർഡ് ആഫ്റ്റർ എ വൈൽ ഡ്യൂ ടു ദി റിഫ്ലക്ഷൻ ഓഫ് ദി ഇനീഷ്യൽ സൗണ്ട്. ആദ്യം ഒരു സൗണ്ട് ഉണ്ടായി, ഹലോ, വീണ്ടും അതിന്റെ റിപ്പീറ്റേഷൻ ആയിട്ട് അതിന്റെ എന്താണ്, എന്തിന്റെ ഫലമായിട്ടാണ്, ഇതിന്റെ ഒരു റിഫ്ലക്ഷന്റെ ഭാഗമായിട്ട് വീണ്ടും അതേ സൗണ്ടിനെ കേൾക്കുന്നതിനെ പറയുന്നതാണ് എക്കോ. എക്കോവും അതുപോലെ തന്നെ റിവർബറേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. എക്കോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ വലിയൊരു പാറയുടെ മുകളിലൊക്കെ പോയിട്ട് വലിയൊരു കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ ഉള്ള സ്ഥലത്തോട് നമ്മൾ പറയുന്ന സമയത്ത് എക്കോ കേൾക്കാൻ പറ്റും. നോക്കിക്കേ, റിവർബറേഷനും എക്കോവും വ്യത്യാസമുണ്ട്. എന്താണെന്ന് പറയാം. റിവർബറേഷൻ ഈസ് ദ ലിങ്കറിംഗ് ഓഫ് സൗണ്ട് ഈവൻ ആഫ്റ്റർ ദി ഒറിജിനൽ സൗണ്ട് ഹാസ് സീസ്ഡ്. ഞാനൊരു കാര്യം പറഞ്ഞു, അതിനുശേഷം അതിന്റെ തന്നെ എന്തോ സംതിങ് ഒരു വൈബ്രേഷൻ പോലെ ഉണ്ടാവുന്നതിനാണ് നമ്മൾ റിവർബറേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ആൻഡ് ബൂം ഫെയ്ഡ്സ് അവേ ഗ്രാജുവലി. ആ സൗണ്ട് ഇങ്ങനെ കുറഞ്ഞു വരും. എക്സാമ്പിൾ പറയാം. അപ്പൊ നോക്കിക്കേ, ഒരു ശബ്ദം ഉണ്ടായതിനു ശേഷം ആവർത്തന പ്രതിപതനത്തിന്റെ ഫലമായിട്ട്, ഇവിടെ എന്തായിരുന്നു, പ്രതിപദിച്ചിട്ട് വരുന്നതാണ്, ഇവിടെ ആവർത്തന പ്രതിപതനത്തിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഇത് മെല്ലെ കുറഞ്ഞു വരും. അതാണ് റിവർബറേഷൻ. രണ്ടും നമ്മൾ വ്യത്യാസം നോക്കിക്കേ. എക്കോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഹലോ എന്ന് പറഞ്ഞ ഹലോ 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 ഇങ്ങനെ പോകും. റിവർബറേഷൻ ആണെങ്കിൽ ഹലോ, ആ ഓ ഉണ്ടല്ലോ, അതാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇങ്ങനെ കേൾക്കുന്നുണ്ടാവുക. അപ്പൊ ഇതാണ് വ്യത്യാസം വരുന്നത്. എക്കോ ശരിക്കും വീണ്ടും അതേ സംഭവം തന്നെ വീണ്ടും നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. സൗണ്ട് ഇത്തിരി കുറഞ്ഞു ഇങ്ങനെ വരും. മനസ്സിലായി? കണ്ടോ, ഇവിടെ ഹലോ പറയുന്ന സമയത്ത് ഹലോ 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 ഇങ്ങനെ പോകും. ഓക്കെ, ഇതാണെന്നുണ്ടെങ്കിൽ ഹലോ, ആ ഒരു വൈബ്രേഷൻ ആയിരിക്കും എന്തുണ്ടാവുക. അപ്പൊ ആ ഒരു റിവർബറേഷൻ ഉണ്ടാവും. റിവർബറേഷന്റെ മലയാളം കൂടി നോക്കി വെക്കുന്നത് അനുരണനം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമ്മുടെ കുറച്ച് ചോദ്യങ്ങൾ കൂടിയുണ്ട്, അത് ചെയ്തു നോക്കാം. ഓക്കെ, സോ നമുക്ക് അതിന്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ആ പ്രോബ്ലംസ് ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, സോ നോക്കിക്കോളൂ. ഒരു ശബ്ദം, ഒരു മിനിറ്റ്, യെസ്, വൈറ്റ്, നോക്കിക്കോളൂ. ഒരു ശബ്ദ തരംഗത്തിന്റെ ആവൃത്തി 500 ഹെർട്സ് ആണ്. അതായത് തന്നിട്ടുള്ള എന്താണ്, ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 500 ഹെർട്സ് ആണ്. ഓക്കെ, പിന്നെ എന്താ തന്നിട്ടുള്ള, തരംഗം വായുവിൽ പ്രചരിക്കുന്നത് അല്ലെങ്കിൽ സ്പ്രെഡ് ആവുന്നത് 340 മീറ്റർ പെർ സെക്കൻഡിലാണ് കേട്ടോ. നമുക്ക് അതിന് വി എന്ന് പറയാം. സ്പീഡ് നമ്മൾ വി എന്ന് പറഞ്ഞു. എത്രയായിരുന്നു? 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് തരംഗ ദൈർഘ്യമാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയുന്ന ഈക്വേഷൻ എന്ന് പറയുന്നത് വി ഇസ് ഈക്വൽ ടു ലാംഡ എഫ് ആണ്. നമുക്കറിയുന്ന ഈക്വേഷൻ വി ഇസ് ഈക്വൽ ടു ലാംഡ എഫ്. ഇത് പഠിച്ചു വെക്കുക. ഓക്കെ, വി ഇസ് ഈക്വൽ ടു ലാംഡ എഫ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാംഡയാണ് കാണേണ്ടതെങ്കിൽ, അതായത് നമുക്ക് ലാംഡ കാണണം. തരംഗദൈർഘ്യമാണല്ലോ, തരംഗദൈർഘ്യം എന്ന് പറഞ്ഞിട്ടാണ് ലാംഡയാണ് കാണേണ്ടത്. അപ്പൊ ലാംഡേനെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് എഫിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. എഫ് ഇവിടെ എന്തായിട്ട് കിടക്കുന്നത്? എഫ് ശരിക്കും കിടക്കുന്നത് ലാംഡ ഇൻറ്റു എഫ് ആയിട്ടാണ് കിടക്കുന്നത്. ആ ഇൻറ്റു ആയി കിടക്കുന്ന എഫ് ഇങ്ങോട്ടേക്ക് വരുന്ന എന്ത് സംഭവിക്കും? ഡിവിഷൻ ആയിട്ട് മാറും. വി ബൈ എഫ് ഇസ് ഈക്വൽ ടു ലാംഡ. സോ നമുക്ക് വാല്യൂസ് കൊടുക്കാം. വി എത്രയാണ് തന്നിട്ടുള്ളത്? വി എന്ന് പറഞ്ഞ് 340 ആണ്. ഡിവൈഡഡ് ബൈ എത്രയാണ്? എഫ് എത്രയാണ്? എഫ് എന്ന് പറഞ്ഞാൽ 500 ആണ്. എത്ര കിട്ടും നമുക്ക്? സോ ദാറ്റ് ഈസ് ലാംഡ. ഓക്കെ, സോ നമുക്ക് ലാംഡ കണ്ടു നോക്കാം. 340 നമുക്ക് 0 കട്ട് ചെയ്യാലോ. ബാക്കി എത്രയുണ്ട്? 34 ഡിവൈഡഡ് ബൈ 50 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? 34 ഡിവൈഡഡ് ബൈ 50. വേറൊരു ഐഡിയ ഞാൻ പറഞ്ഞല്ലോ. ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, 34 ഡിവൈഡഡ് ബൈ 50 പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഹരിച്ചു നോക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞിട്ടെ, ഇവിടെ നമുക്ക് ഇതിനെ ഈ 50നെ 100 ആക്കാം. 100 ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 2 ചെയ്യാം. ഓക്കെ അല്ലേ? ഇവിടെ എന്താണോ ചെയ്യുന്നത് അത് തന്നെ മേലെയും ചെയ്യാം, ഇൻറ്റു 2. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 34 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 68 അല്ലേ? 68 ഡിവൈഡഡ് ബൈ 100 എന്ന് കിട്ടും.
മനസ്സിലായോ? ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നിന് ശേഷം എത്ര പൂജ്യമുണ്ട്? 2 പൂജ്യമല്ലേ ഉള്ളത്. ഒന്നിന് ശേഷം 2 പൂജ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? ഇവിടെ ഉള്ളത് ഓൾറെഡി 68 എന്നൊക്കെ എടുക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞു ഒന്നിന് ശേഷം 2 പൂജ്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ 2 സ്ഥാനം ഇങ്ങോട്ടേക്ക് നീക്കിയിട്ട് പോയിന്റ് ഇട്ടാൽ മതി. ഇസ് ഈക്വൽ ടു 0.68. ഓക്കെ, 0.68 എന്താ യൂണിറ്റ്? യൂണിറ്റ് എഴുതണം കേട്ടോ. മീറ്റർ ആണ് നമ്മുടെ യൂണിറ്റ് വരുന്നത്. ഇത്രയും മീറ്റർ എന്ന് എഴുതാം. മനസ്സിലായല്ലോ? അപ്പോൾ ഒന്നാമത്തെ ആൻസർ കിട്ടിയില്ല. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു നോക്കിയാൽ വി ഇസ് ഇക്വൽ ടു ലാംഡ ബൈ എഫ് ആണ്. അങ്ങനെയാണെങ്കിൽ ലാംഡ ഇസ് ഇക്വൽ ടു വി ബൈ എഫ് കേട്ടോ. അപ്പോൾ 2 ഇക്വേഷൻസ് കിട്ടിയല്ലോ. ഓക്കെ, സോ നമുക്ക് അടുത്ത ചോദ്യം ചെയ്യാം. നോക്കിക്കേ, തരംഗദൈർഘ്യം നമുക്ക് തന്നിട്ടുണ്ട്. തരംഗദൈർഘ്യം തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ എഴുതി വയ്ക്കാം തന്നിട്ടുള്ള കാര്യങ്ങൾ. തരംഗദൈർഘ്യം ദാറ്റ് ഈസ് ലാംഡ ഇസ് ഈക്വൽ ടു 0.5 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ആവൃത്തി തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു 600 ഹെർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 600 ഹെർട്സ്. നമുക്ക് എന്താ കാണണ്ടേ? തരംഗത്തിന്റെ വേഗത വി അല്ലേ കാണണ്ടേ? നമ്മൾ ലാംഡ ആണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്താൽ മതി? വി ഇസ് ഈക്വൽ ടു എഫ് നമുക്ക് തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി എത്രയാണ്? 600 ഇൻറ്റു ലാംഡ എത്രയാണ്? 0.5. ഓക്കെ, ഇസ് ഈക്വൽ ടു 600 ഇൻറ്റു ഈ 0.5 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും അറിയോ? 5 എന്ന് എഴുതിയിട്ടേ ഇവിടെ പോയിന്റിന് ശേഷം എത്ര സംഖ്യ? ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ ഒരു പൂജ്യം ഉള്ളത് എഴുതി വെക്കാം. മനസ്സിലായല്ലോ? ഇവിടെ പോയിന്റിന് ശേഷം ഒരു സംഖ്യ ആണെങ്കിൽ ഒരു പൂജ്യം ഉള്ളത് എഴുതി വെക്കാം. ഇതൊരു 10 എഴുതി വെച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇത് കട്ട് ചെയ്യാലോ. ഇത് കട്ട് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 60 ഇൻറ്റു 5 എന്ന് കിട്ടും. 6 5 30, 30 ഇൻറ്റു 6 5 30, 30 പിന്നെ ഒരു പൂജ്യം എടുക്കുന്നുണ്ട്. സോ 300 ആണ് കിട്ടുന്നത്. എന്താ നമ്മൾ കണ്ടുപിടിച്ച വി അല്ലേ? സോ സ്പീഡ് എന്ന് പറയുമ്പോൾ മീറ്റർ പെർ സെക്കൻഡ്. രണ്ടാമത്തെ പ്രോബ്ലം കിട്ടിയല്ലോ. ഇത്തരത്തിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. നമുക്ക് ടൈം തന്നിട്ടുണ്ട് 0.02 ടാ. 0.02 ടൈം തന്നിട്ടുണ്ട്. ടൈം നമുക്ക് സ്മോൾ ആയിട്ട് ടി പറയാം. ഒരു ചക്രം പൂർണ്ണമാക്കുന്നു, അതായത് ഇത്ര സെക്കൻഡിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആവൃത്തി എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫ്രീക്വൻസി നമ്മൾ പഠിച്ചു. എഫ് ഇസ് ഈക്വൽ ടു 1/t. ടി ക്യാപിറ്റൽ എഴുതിക്കും. ക്യാപിറ്റൽ ആണ്. എഫ് ഇസ് ഈക്വൽ ടു 1/t. ഓക്കെ, സിമ്പിൾ ആണല്ലോ. ഫ്രീക്വൻസി കാണും 1/t. എത്ര പറഞ്ഞു? 0.02 ഇസ് ഈക്വൽ ടു ടി എന്നുള്ളത് പറഞ്ഞുതരാം. ഇവിടെ 0.02 കിട്ടിയല്ലോ. ഈ 0.02നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 0.02 ഇതിന് വേണമെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാന്നറിയോ? 2 ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാം. 2 ഡിവൈഡഡ് ബൈ, അതായത് പോയിന്റിന് ശേഷം എത്ര സംഖ്യ ഉണ്ട്? 2 സംഖ്യ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, 2/100. ഓക്കെ, ഒന്ന് അതേപോലെ തന്നെ എഴുതി. 0.02 പറഞ്ഞാൽ എന്ത് എഴുതി? 2/100 എഴുതി. എന്നിട്ട് ഈ 100 നേരെ മേലേക്ക് ഉണ്ടാവാം. അപ്പൊ എത്ര നമുക്ക് കിട്ടും? 100 ഡിവൈഡഡ് ബൈ 2. 100 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 100ന്റെ പകുതി അല്ലേ? എത്ര വരുന്നത്? 50 അല്ലേ? എന്താ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ആവൃത്തി അല്ലേ? സോ ആവൃത്തി എന്ന് പറയുന്നത് 50 ഹെർട്സ്, 50 ഹെർട്സ് ആണ്. മനസ്സിലായോ? അടുത്ത ചോദ്യം. ഒരു ശബ്ദ തരംഗത്തിന്റെ വേഗത, അപ്പോൾ വി തന്നിട്ടുണ്ട് 343 മീറ്റർ പെർ സെക്കൻഡ് ആണ്. തരംഗദൈർഘ്യം തരംഗദൈർഘ്യം എന്ന് പറഞ്ഞാൽ ലാംഡ ഇസ് ഈക്വൽ ടു 0.686 മീറ്റർ ആണ്. ഫ്രീക്വൻസി കാണണം, എഫ് കാണണം. ഓക്കെ, അപ്പൊ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു വിയും ലാംഡയും എഫ് ഒക്കെ ഉള്ള ഈക്വേഷൻ ഏതായിരുന്നു? നമ്മളിപ്പോ ഇവിടെ ചെയ്തില്ലേ? ഏതായിരുന്നു? വി ഇസ് ഈക്വൽ ടു ലാംഡ എഫ്. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. വി ഇസ് ഈക്വൽ ടു ലാംഡ എഫ്. ഞാനത് അവിടെ അപ്ലൈ ചെയ്യുന്നു. വി ഇസ് ഈക്വൽ ടു ലാംഡ എഫ്. നമുക്ക് എന്താ കാണണ്ടേ? ആവൃത്തി അല്ലേ കാണണ്ടേ? സോ എഫ് ഇസ് ഈക്വൽ ടു, എഫിനെ ഒറ്റയ്ക്കാക്കി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പറയാം. എഫിനോട് ഒറ്റയ്ക്കാക്കിയിട്ട് ലാംഡ ഇങ്ങോട്ട് വരുമ്പോൾ വി ബൈ ലാംഡ ഇസ് ഈക്വൽ ടു എഫ് എന്ന് പറയും. വി എത്രയായിരുന്നു? 343 ഡിവൈഡഡ് ബൈ ലാംഡ എത്രയാ? ലാംഡ എന്ന് പറയുന്നത് 0.686 ആണ്. ഇസ് ഈക്വൽ ടു എഫ് എന്ന് പറയും. അപ്പൊ നമുക്കറിയാം, ഞാൻ പറഞ്ഞു 0.686നെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 686 ഡിവൈഡഡ് ബൈ, ഇതൊന്ന് പറഞ്ഞേ, പോയിന്റിന് ശേഷം അവിടെ എത്ര സംഖ്യകളുണ്ട്? പോയിന്റിന് ശേഷം 3 സംഖ്യകളുണ്ടെങ്കിൽ 1 2 3 3 പൂച്ച ഇടണം. ഓക്കെ, അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഞാനത് അത് എഴുതുന്നത് ഇവിടെ ഇതാണ് എഴുതിയിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇതിന് പകരം ഞാൻ എന്ത് എഴുതി? 343 ഡിവൈഡഡ് ബൈ 686 ഡിവൈഡഡ് ബൈ 1000. 3 പൂച്ച കേട്ടോ. ഇനി എന്ത് പറഞ്ഞു? ഇതിനെ എവിടെ കൊണ്ടുപോകണം? ഇതിനെ വേറെ ടോപ്പിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെയാണെങ്കിൽ 3 4 3 ഈ 3 പൂച്ച അതിന്റെ കൂടെ ആഡ് ചെയ്യാം. 1 2 3 ഡിവൈഡഡ് ബൈ 686.
686. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കുക. 500 അല്ലേ കിട്ടുക, നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ചെയ്ത് നോക്കാം. 500 തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കിക്കേ. 500 ആണ് നോക്കുക. 686 ഇൻറ്റു 500. 0 0 0 0 0 0 0 6 5 30 30 0 ബാക്കി 3 8 5 40 43 43 43 3 ബാക്കി 4 6 5 30 34 34 0 0 0 3 4. യെസ്, 500 ഉത്തരം കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്ത് നോക്കണം. ഡിവൈഡ് ചെയ്യാനായിട്ട് ഞാൻ അധികം ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. സോ വി വിൽ ഗെറ്റ് 500 ആൻസർ കിട്ടി. എന്താ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നേ? നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് ഫ്രീക്വൻസിയാണ്. സോ 500 ഹെർട്സ്. ഈസി ആണല്ലോ. അടുത്ത ചോദ്യം. ഒരു ശബ്ദ തരംഗം 1.5 സെക്കൻഡിൽ ടൈം തന്നിട്ടുണ്ട് 1.5 സെക്കൻഡിൽ 510 മീറ്റർ ദൂരം യാത്ര ചെയ്തു. ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് ആണ് തന്നിട്ടുള്ളത്. ഡിസ്റ്റൻസ് എത്രയായിരുന്നു? ഡിസ്റ്റൻസ് നമുക്ക് സ്മോൾ ലെറ്റർ ഡി പറയാം. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 510 മീറ്റർ യാത്ര ചെയ്തു. വേഗത വി കാണണം. ഉള്ള ഈക്വേഷൻ ആണ് വി ഇസ് ഈക്വൽ ടു ഡി ബൈ ടി ചെയ്യാം. അപ്പോൾ നമുക്ക് വി ആണ് കാണേണ്ടത്. വി ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടല്ലോ. എത്രയാണ്? 510 ഡിവൈഡഡ് ബൈ ടൈം എത്രയാ? 1.5. ഓക്കെ, 1.5. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? 510 ഡിവൈഡഡ് ബൈ ഈ 1.5 എങ്ങനെ എഴുതാൻ പറ്റും എന്ന് പറഞ്ഞാൽ 1.5 എന്ന് പറഞ്ഞാൽ പോയിന്റിന് ശേഷം എത്ര സംഖ്യ ഉണ്ട്? ഒരു സംഖ്യ അല്ലേ. സോ 15. പോയിന്റിന് ശേഷം എത്ര സംഖ്യ ഉണ്ട്? ഒരു സംഖ്യ ആണെങ്കിൽ 15 ഡിവൈഡഡ് ബൈ 10. ഒരു 0 എഴുതി കേട്ടോ. അപ്പോൾ ഞാനിത് ഇവിടെ എഴുതി 15 ഡിവൈഡഡ് ബൈ 10. ഈ 10 നേരെ മേലോട്ട് പോകും. അങ്ങനെയാണെങ്കിൽ 5 1 0 ഉണ്ടായിരുന്നു അവിടെ. ഈ 0 കൂടി പോയപ്പോൾ 5100 ഡിവൈഡഡ് ബൈ 15 വരും. ഓക്കെ, സോ എത്ര വരും? 51 ഡിവൈഡഡ് ബൈ 15 ചെയ്ത് നോക്കട്ടോ. 5100 ഡിവൈഡഡ് ബൈ 15. 15 എത്ര പ്രാവശ്യം പോകും? നമുക്കൊരു 3 15 30 45 3 പ്രാവശ്യം പോകില്ലേ? 3 പ്രാവശ്യം പോയി. എത്ര പോയി? 45 പോയി. ബാക്കി എത്രയുണ്ട്? 45 46 47 48 49 51 6 ഉണ്ട്. 6 0 ഇറക്കിയിട്ടു 60. 60 എത്ര പ്രാവശ്യം പോകും? 15 30 4 പ്രാവശ്യം പോകും. ഓക്കെ, എത്ര പോയി? 60 പോയി. ബാക്കി എത്രയുണ്ട്? 0. നേരെ മേലക്ക് കയറ്റിയിട്ട് കഴിഞ്ഞു. 340 ഉത്തരം കിട്ടും. മനസ്സിലായല്ലോ? മാത്സ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ അധികം ടൈം എടുക്കാതെ ചെയ്യുന്നത്. 340 എന്ത് കണ്ടെത്തി? നമ്മൾ സ്പീഡാണ്. സോ മീറ്റർ പെർ സെക്കൻഡ് കേട്ടോ. യൂണിറ്റുകൾ മനസ്സിലാക്കണേ. മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അടുത്ത ചോദ്യം. തരംഗദൈർഘ്യം ലാംഡ = 1.7 മീറ്റർ. ശബ്ദം പ്രചരിക്കുന്ന വേഗത സ്പീഡ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കി. 340 തോന്നുന്നുണ്ട്. എന്തെന്ന്? നമ്മുടെ സൗണ്ടിന്റെ സ്പീഡ്, ഓൾമോസ്റ്റ് സ്പീഡ് കേട്ടോ. അതൊന്ന് മനസ്സിലാക്കി. കാരണം ബിക്കോസ് 340 ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. സോ വി ഇസ് ഈക്വൽ ടു 340 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ആവൃത്തി കാണണം. ഓക്കെ, തരംഗദൈർഘ്യം പറഞ്ഞു. തരംഗദൈർഘ്യം ലാംഡ. ശബ്ദം പ്രചരിക്കുന്ന വേഗത 340 ആണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി എത്ര? ഓക്കെ, നമ്മൾ പറഞ്ഞു ഫ്രീക്വൻസിയാണ് കാണേണ്ടത്. ഓക്കെ, സോ ഇത് ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആയിരുന്നു വി ഇസ് ഈക്വൽ ടു ലാംഡ എഫ്. നമ്മൾ പഠിച്ചായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കാണണ്ടേ? എഫ് അല്ലേ കാണണ്ടേ? എഫ് ഇസ് ഈക്വൽ ടു എന്താ പറയാം? അതായത് നോക്കിക്കേ, എഫിനെ അവിടെ നിർത്തി ലാംഡനെ ഇങ്ങോട്ട് കൊണ്ടിരുന്ന സമയത്ത് വി ബൈ ലാംഡ ഇസ് ഈക്വൽ ടു എഫ് കേട്ടോ. സോ വി എത്രയായിരുന്നു? വി എന്ന് പറഞ്ഞ 340 ആയിരുന്നു. 340 ഡിവൈഡഡ് ബൈ 1.7 ഇസ് ഈക്വൽ ടു എഫ് എന്ന് കിട്ടും. ഓക്കെ, സോ 340 അതേപോലെ തന്നെ എഴുതി വെച്ചു. 340 ഡിവൈഡഡ് ബൈ 1.7 നമുക്ക് എങ്ങനെ എഴുതാം? 17 ഡിവൈഡഡ് ബൈ 10 എന്ന് എഴുതാം. ഇത് നേരെ മേലേക്ക് പോകും. സോ 3400 ഏനൊന്നു ഈ 10 നേരയ്ക്ക് മേലെ പോകുന്ന സമയത്തോടെ 0 ഇട്ടാൽ മതി. 3400 ഡിവൈഡഡ് ബൈ 17. നമുക്കറിയാം 2 പ്രാവശ്യമാണല്ലോ പോകുന്നത്. 17 34 2 പ്രാവശ്യം 200 കേട്ടോ. സോ ദി ആൻസർ ഈസ് 200. എന്താ കണ്ടെത്തി? ഫ്രീക്വൻസി ആയതുകൊണ്ട് തന്നെ ഹെർട്സ്. ക്ലിയർ അല്ലേ? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഇതെല്ലാം തന്നെ. 200 ഹെർട്സ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ശബ്ദം 2.5 സെക്കൻഡിൽ 850 മീറ്റർ ദൂരം സഞ്ചരിച്ചു. ഓക്കെ, ടൈം തന്നിട്ടുണ്ട്. ടൈം ഇസ് ഈക്വൽ ടു 2.5 സെക്കൻഡ്. ഓക്കെ, പിന്നെ 850 മീറ്റർ ആണ് സഞ്ചരിച്ചിട്ടുള്ളത്. ഡി ഇസ് ഈക്വൽ ടു 850 മീറ്റർ. ഓക്കെ, നമുക്ക് എന്താ കാണേണ്ടത്? വി ആണ് കാണേണ്ടത്. വി ഇസ് ഈക്വൽ ടു കാണണം. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? വി ഇസ് ഈക്വൽ ടു ഡി ബൈ ടി. സോ ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എത്രയായിരുന്നു? 850 ഡിവൈഡഡ് ബൈ ടൈം എത്രയായിരുന്നു? 2.5. ഞാൻ പറഞ്ഞു നേരത്തെ. എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? 850 ഡിവൈഡഡ് ബൈ പോയിന്റിന് ശേഷം ഒരു സംഖ്യ ആണെങ്കിൽ ഒരു 0 10 കിട്ടും. അതിൽ നേരെ മേലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ
850 ഓൾറെഡി ഉണ്ടായിരുന്നു. ഈ ഒരു 0 കൂടി വരുന്ന സമയത്ത് 8500 ഡിവൈഡഡ് ബൈ 25. നമുക്കറിയാം 75 പോകും അല്ലേ, 3 പ്രാവശ്യം പോയി. 75 പോയി ബാക്കി എത്രയുണ്ട്? 75 പോയി ബാക്കി 10 ഉണ്ട് അവിടെ, 10 ഉണ്ട്. ഈ 0 കൂടി കൂട്ടുന്ന സമയത്ത് 100ആയി. 100ൽ 25 പ്രാവശ്യം പോകും, 4 പ്രാവശ്യം പോകും, ബാക്കി 340 ഉത്തരം കിട്ടും. ഓക്കെ, നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കണ്ട, ഞാനത് ഇത്തിരി ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളിപ്പോൾ അതൊക്കെ ടൈം എടുത്തിട്ട് ചെയ്തോളൂ. 340 എന്താ കണ്ടെത്തി നമ്മൾ? സ്പീഡ് ആയതുകൊണ്ട് മീറ്റർ പെർ സെക്കൻഡ്, 340 meter per second. Okay, so that's all for today, and thank you so much for being with me. Thank you. And if you like this video, please like, share, and subscribe.